ബേസിൽ, മാസങ്ങൾക്ക് മുൻപ് PSC റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞു, മുടിമുറിച്ച് ഒക്കെ സമരം ചെയ്തു. അത് കേരളമാകെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു. അന്ന് നിങ്ങളുടെ ഷാഫി പറമ്പിലും KS ശബരിനാഥനുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച് വോട്ട് കാലമായ കാരണത്താൽ സമരമിരുന്ന് നിരാഹാരമനുഷ്ഠിച്ച് ആ സമരത്തെ വലിയ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുവെന്ന് അവകാശപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ 25 ദിവസം, 1, 2, 3, 4 ദിവസമല്ല, 25 ദിവസമായിട്ടും ഞങ്ങൾ വണ്ടിയിൽ മാറ്റങ്ങൾ വരുത്തിക്കോട്ടെ എന്നൊരാൾ ചോദിച്ചുടൻ ഒറ്റ ചിരിച്ചിരിച്ച് പൂക്കി മുഖ്യമന്ത്രിയായി മാറിയ ഒരാൾ ആ സമരരംഗത്തേക്കൊന്ന് ഇറങ്ങി വരാൻ, ഒരു ദൂതനെ അയക്കാൻ, നിങ്ങൾ സമാധാനമായി സമരം അവസാനിപ്പിക്കൂ, ഞാൻ ഏറ്റുകൊള്ളാം എന്നൊരു വാക്കു പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പിണറായിയുടെ പിൻഗാമിയല്ല VD സതീശൻ എന്നെങ്ങനെ പറയും? അതായത് ആദ്യമേ ഈ പറയുന്ന ഡൽഹിയിലെ 8 കാലി മമ്മൂഞ്ഞ് കളി കഴിഞ്ഞെങ്കിൽ എന്നൊക്കെയാണ് നന്ദു എടുത്തുകൊണ്ട് പറഞ്ഞത്. എന്റെ പൊന്നു നന്ദു, ഡൽഹിയിൽ നടന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, അതായത് നീറ്റിന്റെയൊക്കെ ചോദ്യപേപ്പർ ഈ പറയുന്ന പോലെ കോടികൾക്ക് വൻകിട കോർപ്പറേറ്റുകൾക്ക് വിറ്റിട്ട് വന്നിരുന്ന വർത്താനം പറയരുത്. ഈ അമിത്ഷാ ഓർഡർ കൊടുക്കാതെ എന്തായാലും ആ പാവം പിള്ളേരെ മേത്തേക്ക് പെല്ലറ്റ് ഗണ്ണും ഈ പറയുന്ന AK-47 ഉപയോഗിച്ച് വെടിവെക്കില്ലായിരുന്നല്ലോ. അപ്പൊ അവിടെ ഒരു പരിപാടി, ഇവിടെ വരുമ്പോ വേറെ പരിപാടി. ആ പരിപാടി ശരിയല്ലല്ലോ. അപ്പൊ അവിടെ ഈ പാവം വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെയൊക്കെ തല്ലിച്ചതച്ച് AK-47 വെടിയും വെച്ചോളാൻ പറഞ്ഞ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് അവരുടെയൊക്കെ മേത്തേക്ക് വെടിയും വെച്ചിട്ട് ഇവിടെ വന്നിരുന്നതുകൊണ്ട് ഞങ്ങൾ യുവാക്കൾക്കൊപ്പമാണ്, ഞങ്ങൾ യുവാക്കളെ അങ്ങ് ഇതാക്കും അതാക്കും. ആ ശൈലിയൊന്നും ശരിയില്ല നന്ദു. എടുത്ത നിലപാട് ഒന്നാണെങ്കിൽ നിലപാട് പോലെ ഉറച്ചു നിൽക്കണം. അല്ലാതെ അവിടെ ഒരു ശൈലി, ഇവിടെ വേറൊരു ശൈലി, ആ ഒരു പരിപാടി ശരിയല്ല. പിന്നെ ഈ പറയുന്ന വിഷയത്തിൽ കേരളത്തില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോ കേരളത്തിൽ ഈ നന്ദു എന്ന് പറയണ്ടേ, വടശ്ശേരി ദാമോദര മേനോൻ സതീശനോട് യുവാക്കളോടുള്ള പ്രതിബദ്ധത, യുവാക്കളോട് എന്നൊക്കെ പറഞ്ഞു. ഈ പറയുന്ന പോലെ നന്ദു ആദ്യം പോയിട്ട് അമിത്ഷായോട് ഒന്ന് ചോദിക്കണം, അതുപോലെ നരേന്ദ്രമോദിയോടൊക്കെ ചോദിക്കണം. രാജിവെച്ച മന്ത്രിയോട് ഇനിയിപ്പോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ അതിനുണ്ടായ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുടെ അടുത്ത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, നിങ്ങൾക്ക് 2 മാസം സമയപരിധി, 2 മാസം സമയം വേണം. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും 2 മാസം, അല്ലാതെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ PSCയുടെ സമരം നടന്നപ്പോൾ അല്ലെങ്കിൽ PSCയുടെ ആൾക്കാരെ കാണാൻ പോലും കൂട്ടാക്കാത്ത മുഖ്യമന്ത്രി കേരളത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഇന്ന് ക്ലിഫ് ഹൗസിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് കയറി ചെല്ലാലോ, ഇന്ന് മാധ്യമങ്ങൾക്ക് അവിടെ കയറി ചെല്ലാലോ. അപ്പോ ഇങ്ങനെ പൊതു സ്വീകാര്യമായിട്ടുള്ള ഒരു വിഷയം, ഈ ഇങ്ങനെ ഒരു മാറ്റർ ഉണ്ടാകുമ്പോൾ അത് പൊതുവിന് സ്വീകാര്യമായിട്ടുള്ള ഒരു മാറ്ററിന്റെ പുറത്ത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ 2 മാസം സമയപരിധി അല്ലെങ്കിൽ 2 മാസത്തെ കാലാവധിയാണ് എന്ത് ചോദിച്ചത്, കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചത്. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി അവരോട് പറഞ്ഞത് 2 മാസം എടുക്കും. കാരണം നമുക്കറിയാം, റോസ്റ്റർ പൂർത്തിയാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫസ്റ്റ് വന്ന ആദ്യത്തെ വർഷത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കി എത്ര ഒഴിവുകളുണ്ട് അതിന് ലിസ്റ്റൊക്കെ എടുക്കുവാൻ വേണ്ടിയിട്ട് അതിന് തയ്യാറെടുപ്പുകൾ നടത്തി അതിന് വേണ്ടിയിട്ട് ഉത്തരവിട്ടതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. അപ്പോ അങ്ങനെയുള്ള, അതായത് ഇതിന്റെ ലിസ്റ്റ് എടുത്തു, കാര്യങ്ങൾ ചോദിച്ചു, 2 മാസം കാലാവധിയല്ലേ ചോദിച്ചുള്ളൂ. ഇത് നൽകില്ല അല്ലെങ്കിൽ ചെയ്യില്ല എന്ന ധാർഷ്ട്യവും ധിക്കാരവും അഹന്തയുമുള്ള പിണറായി വിജയൻ വാക്കാലെങ്കിലും ഉറപ്പ് നൽകണം പറഞ്ഞപ്പോ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വാക്കാലല്ല, നിങ്ങൾ എഴുതി നൽകണം എന്നാണ്. ഇല്ല സാർ, ഞാനാണ് ചർച്ചയ്ക്ക് വാക്കാലെങ്കിലും വേണം എന്ന് പറഞ്ഞപ്പോ തന്നിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഒരു മിനിറ്റ് സാർ, ഈ വിഷയം മൻസൂറിനും കൂട്ടുകാർക്കും പൊളിറ്റിക്കൽ അല്ല, പ്രിയപ്പെട്ട പാനലിസ്റ്റുകൾ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ ആരുടെയും രാഷ്ട്രീയത്തെ എതിർക്കാനോ അനുകൂലിക്കാനോ അല്ല വന്നത്. ഞാൻ വന്നത് ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ 2 കുഞ്ഞുങ്ങളുടെ ഒരമ്മ മരണം വരെ നിരാഹാരം കിടക്കുകയാണ്. നീതി എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ ഒരു പ്രശ്ന പരിഹരണത്തിനാണ് വന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളുടെ രാഷ്ട്രീയം അല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, അനുകൂല രാഷ്ട്രീയവും പ്രതികൂല രാഷ്ട്രീയവും അല്ല കേൾക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ സഹായിക്കാൻ മാത്രം ഉതകുന്ന രീതിയിൽ ചർച്ച കൊണ്ടുപോകാൻ പോകുമെങ്കിൽ അതായിരിക്കും ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഈ പറയുന്ന പോലെ കഴിഞ്ഞ പിണറായി വിജയന്റെ സർക്കാരിന്റെ സമയത്തൊന്നും പിണറായി വിജയനെ കാണാനെങ്കിലും ഇവരെ സമ്മതിച്ചിരുന്നോ? പിണറായി വിജയനെ കാണാനും പറ്റിയിരുന്നോ? 2 മാസത്തെ സാവകാശം ചോദിച്ചത് ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഇതിന്റെ റോസ്റ്റർ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് റോസ്റ്റർ നടപടികൾക്കും ഇതിന്റെ എത്ര വേക്കൻസി ഉണ്ട്, ഇതിന്റെ ലിസ്റ്റ് ഇട്ട് ഇതിന്റെ ഓർഡർ കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് നടത്തിയതാരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. അപ്പൊ അതുകൊണ്ട് VD സതീശൻ അത് ചെയ്തില്ല, അല്ലെങ്കിൽ യുവാക്കളെ വഞ്ചി എന്ന് പറഞ്ഞ നന്ദുവും കൂടി അതിന്റെ എന്ത് പറയുക, ഡൽഹിയിൽ ഒന്നും ചെയ്തിട്ട് ഇവിടെ വന്നിരുന്ന വേറെ വർത്താനം പറയുന്നത് ശരിയല്ല നന്ദു. പിന്നെ നന്ദുവിന്റെ അച്ചാദ്യം ഇപ്പോഴും ആകെയായി കാണുമായിരിക്കും അല്ലേ? ഈ പറയുന്ന പോലെ സെൻട്രലില് ഈ പറയുന്ന പോലെ ഇത്രയും ലീക്കേജ് കഴിഞ്ഞിട്ട് നന്ദു ഇവിടെ വന്നിരുന്ന അത്ര
വ്യാഖ്യാനായിട്ട് പറയുമ്പോൾ അച്ചാദിൻ ആയി കാണും അല്ലെ. 2 മാസമായിട്ട് വന്ന സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് അവരുമായി ചർച്ച ചെയ്ത് 2 മാസത്തെ സാവകാശമാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ചോദിച്ചത്. പിന്നെ യൂത്ത് കോൺഗ്രസുകാരന്റെയും KSUക്കാരന്റെയും നട്ടലിന്റെ കാര്യമൊക്കെ നന്ദോടിരുന്ന് പറയുകയുണ്ടായി. അപ്പോ ഈ പോയി ശാഖയിലെ RSSകാരന്റെ നട്ടല് നോക്കുക. കട്ടെടുത്ത പണം അല്ലെങ്കിൽ പറഞ്ഞ ഇവിടെ വന്ന കോടികൾ പൈസ ഉണ്ടല്ലോ, ആ പൈസ കൊണ്ട് മുളകൊടി വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന കൊടി കെട്ടാൻ ഉപയോഗിക്കുന്ന കൊടി എന്തായാലും കട്ട് വിറ്റ കുറച്ച് കൊടി ഉണ്ടായിരുന്നല്ലോ നന്ദു. ഈ പറയുന്ന ലക്ഷങ്ങൾ കണക്കൊക്കെ പറഞ്ഞ കൊടി കുറെ കട്ട് വിറ്റ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കൊടി വെച്ച് അത് കെട്ടി നന്ദു എന്ത് ചെയ്യുക, ശാഖയെ പോകുന്ന കുട്ടികളുടെ നട്ടൽ ഉറപ്പിച്ച് നിർത്തുക. കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരന്റെയും KSUക്കാരന്റെയും ഒന്നും നട്ടലടക്കാൻ നന്ദു ആയിട്ടില്ല. ആ വർത്താനം നന്ദു പറയണ്ട. ഞാൻ ഈ ചർച്ചയിലെങ്കിലും നിങ്ങളിൽ നിന്നൊരു നിലവാരം പ്രതീക്ഷിച്ചു. കാരണം ഇത് എന്നെയും നിങ്ങളെയും ഉൾപ്പെടുന്ന യുവാക്കളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ നിങ്ങൾ അതിലെങ്കിലും മാന്യതയുടെയും സഭ്യതയുടെയും ഒരു മിനിറ്റ് ഒരു മില്ലിഗ്രാമെങ്കിലും നിങ്ങൾ അതിനകത്ത് ഉപയോഗിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പൊ നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞല്ലോ, അവരുടെ ജീവിത പ്രശ്നമാണ്, നിരവധിയായിട്ടുള്ള ആളുകൾ സമരം ചെയ്യുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഉത്തരമില്ലാതെ വരുമ്പോ എവിടെയെങ്കിലും ഏണി വെച്ച് ചാരി കയറിപ്പോകാമെന്നുള്ള പതിവ് കോൺഗ്രസ് ശൈലി ഉണ്ടല്ലോ, ആ ശൈലി മിനിമം താങ്കളെ പോലൊരു ചെറുപ്പക്കാരനെങ്കിലും എടുക്കാതിരിക്കണം എന്നുള്ള വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു വിലയിരുത്തൽ എനിക്കുണ്ട്. ഇനി താങ്കൾ പറഞ്ഞു. സംസാരിക്കാനുള്ള അവസരം തന്നെ മിണ്ടാത്ത. പിന്നെ 2 മാസം സമയം ചോദിച്ച മുഖ്യമന്ത്രി ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മെഷർമെന്റും എടുത്ത മുഖ്യമന്ത്രിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ BJP നേതാക്കൾ ഇത്ര ഘോര നന്ദു പറയുമ്പോ എത്ര BJPയുടെ നേതാക്കന്മാരെ സമരപന്തലിൽ പോയി നന്ദു? അവിടെ കോർപ്പറേഷന്റെ ഈ പറയുന്ന അമരത്തിരിക്കുന്ന BJPയുടെ ആണല്ലേ പോയോ? MLA-മാരുണ്ടല്ലോ BJPക്ക് പോയോ? നന്ദു പോയോ സമരപന്തലിൽ? അപ്പൊ ഞാൻ രാജീവ് ചന്ദ്രശേഖർ, BB ഗോപകുമാർ, V മുരളീധരൻ, ഞങ്ങൾക്ക് 3 MLA-മാരേ ഉള്ളൂ. ആ 3 MLA-മാരും പോയി. ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, അതുപോലെ തന്നെ ഷോൺ ജോർജ്, ഗോപാലകൃഷ്ണൻ ചേട്ടൻ, അതുപോലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും പോയി. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ എല്ലാ ദിവസവും അവിടെയുണ്ട്. നിങ്ങളിൽ ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ ഒരാൾ അവിടെ ഉണ്ടോ? എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കും. അപ്പൊ അതിന് കഴിവില്ലെങ്കിൽ ഇമാതിരി തക്കിട വരികയുടെ ഡയലോഗ് അല്ല അടിക്കേണ്ടത്. ഞാൻ ഈ വിഷയത്തിൽ പൊളിറ്റിക്കലി പോവണ്ട, ഞാൻ ഒരാളെ മാത്രം സ്പെസിഫൈ ചെയ്യണ്ട എന്നുള്ളതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. പക്ഷെ നിങ്ങൾ ആ സഭ്യതയുടെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചാൽ മറുപടി കൃത്യമായി ബേസിലെ തിരിച്ചു വരും. രാത്രി ഈ പറഞ്ഞ ചർച്ച കഴിഞ്ഞിട്ട് പോയി വെട്ടിയിടാൻ വേണ്ടിയിട്ട് 4 ഡയലോഗ് കിട്ടാൻ ഇമാതിരി ഡയലോഗ് കൊണ്ട് വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നല്ല 1-ാം തരം യുവജന വഞ്ചകരാണ് നിങ്ങളെന്ന്. ആ ഡയലോഗ് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത്. ആ ഡയലോഗ് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത്. വി ഡി സതീശൻ കണ്ടാൽ ചിരിക്കാത്ത KSUവിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരുള്ള പാർട്ടിയാണ് നിങ്ങളെ. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങരുത്. മനസ്സിലായോ? ഞാൻ ഇത്രയും നേരം പൊളിറ്റിക്കൽ ആക്കേണ്ടതുകൊണ്ട് മിണ്ടാതിരുന്നതാണ്. പക്ഷെ തനിക്ക് അരിയത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാലി എന്ന് പറയുന്നത് ഇത് യുവാക്കളെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മൾ പൊളിറ്റിക്സ് പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഇനി കാര്യത്തിലേക്ക് വരൂ. ഞാൻ പറഞ്ഞ ചോദ്യത്തിന് മറുപടി തരൂ. ഷാഫി പറമ്പിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നിരാഹാരമിരുന്ന് മുട്ടിലിഴഞ്ഞ മുടിമുറിച്ച PSC റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി സമരമിരുന്ന നിങ്ങളുടെ യുവജന പ്രസ്ഥാനം ഇപ്പോൾ എന്തു പറയുന്നു? അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വളരെ വൃത്തിയായി ആങ്കറോട് ഒരു കാര്യം ചോദിക്കാം. ആങ്കർക്ക് കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. അങ്കർ ഈ പറയുന്ന നന്ദു ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസുകാരുടെയും KSUക്കാരുടെയും ഒക്കെ നട്ടലിനാനി പറഞ്ഞപ്പോ അങ്കർ വേറെ എന്തെങ്കിലും പണിക്ക് പോയി മറുപടി പറഞ്ഞു. ഞാൻ ബേസിലിനോട് ഒരു കാര്യം, ഞാൻ ചർച്ച നടത്തുമ്പോൾ അത് എത്ര പൊളിറ്റിക്കൽ ആയാലും എന്റെ ഒരു ആഗ്രഹം, നിങ്ങൾ ഇത്ര പേരിൽ നിന്നും ഓരോ പോയിന്റെങ്കിലും കാര്യക്ഷമമായി ആ വിഷയത്തിന്മേൽ ഉയർന്നു കേട്ടാൽ ആങ്കർ എന്ന നിലയിൽ ഞാൻ തൃപ്തനാകും എന്നാണ്. അല്ലാതെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് 30 സെക്കൻഡ് വീഡിയോക്കുള്ളിൽ വൈറലായി ആൾക്കാരുടെ മുന്നിൽ ഷോ കാണിച്ച് സ്റ്റാർ പക്ഷേ ഡ്യൂട്ടി വർത്താനത്തിൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണിക്കണം. എന്റെ പ്രവൃത്തി അങ്ങനെയാണ് ബേസിൽ, എന്റെ പ്രവൃത്തി അതാണ് ബേസിൽ. അതുകൊണ്ടാണ് നിവർന്നിരുന്ന് ഇത് പറയുന്നത്. എനിക്ക് വൈറലാകണ്ട, ബേസിലിന് കാരണമോ ഞാൻ കാരണമോ എനിക്ക് വൈറലാകണ്ട. മറിച്ച് ഈ വിഷയത്തിൽ ഒരു വാക്ക്, ഒരു വരി കാര്യക്ഷമമായി പുറത്തേക്ക് വരട്ടെ. പറയൂ. പക്ഷെ ഞാൻ പറയാം, ഞങ്ങളുടെ നിലപാട് പറയും. ഞങ്ങളുടെ നിലപാട് പറയാതെ തന്നെ ചെയ്യും. അല്ലാണ്ട് കൃഷ്ണരാജ് ഫേവറബിൾ ആയിട്ട് നിന്നുകൊണ്ട് ഡിബേറ്റ് നടത്തരുത്. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ നിങ്ങളോടും നന്ദുവിനോടും തൽക്കാലം ഫേവർ ആവാൻ താല്പര്യമില്ല.
പക്ഷെ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? നന്ദുവിന് പറയാം, നന്ദു ഭരണത്തിലല്ല കേരളത്തിൽ, നന്ദുവിന് ആഞ്ഞടിക്കാം. ഗവൺമെന്റ് സമയത്തും PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് PSC സമരം ചെയ്തത് ആരൊക്കെ സമരം ചെയ്ത PSC വേണ്ടിയിട്ട്? ഈ പറയുന്ന ഇന്ന് മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി വിളിച്ചിരുത്തി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇവർക്ക് 2 മാസത്തെ സാവകാശം എന്ന് ചോദിച്ചത് അത് എന്തുകൊണ്ടാണ്? ഈ ഇരിക്കുന്ന അപ്പുറം ഭാരവാഹികൾക്ക് അറിയാം, അപ്പുറം ഇരിക്കുന്ന PSC സമരത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ അറിയാം. ഇതിന്റെ റോസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി ഇതിന്റെ വേക്കൻസികളുടെ എണ്ണം കൃത്യമായി ലിസ്റ്റ് ഔട്ട് ചെയ്ത് വേക്കൻസികളുടെ എണ്ണം വിളിച്ചിരുത്തിയിട്ടില്ല. ഞങ്ങളായിട്ട് അങ്ങോട്ടാണ് പോയത്. മന്ത്രിസഭ ഇന്നേ വരെ ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ 100 മീറ്റർ അകലെയുള്ള ഞങ്ങളിലേക്ക് വന്നിട്ടേ ഇല്ല. ആരും വന്നിട്ടില്ല. എപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ തെളിയൂട്. എന്ത് ചർച്ചയാണ് നടന്നത്? എന്തൊക്കെയാണ് അതിന്റെ മിനിറ്റ്സ് പുറത്തോട്? നടന്നിട്ടില്ല. പിണറായി വിജയനും കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല ബേസിൽ, വാതിൽ തുറന്നിട്ടാൽ മാത്രം നിങ്ങൾ അവർ ചെയ്ത പോലെ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഷെയ്ം ഓൺ യു? അതായത് ഞാൻ ഈ എല്ലാ പാനലിസ്റ്റോടും പറയാണ്, ഷെയ്ം ഓൺ യു. ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും കൂടി ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് വിചാരിച്ചത്. അല്ലാതെ നിങ്ങളുടെ അട്ടഹാസങ്ങളും രാഷ്ട്രീയ പകപോക്കലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും കേൾക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് സീരിയസ് മനസ്സിലാക്കുക കേരളമേ. ഒരു 2 കുട്ടികളുടെ അമ്മയായ യുവതിയുടെ ജീവൻ വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകളും ആക്രോശങ്ങളും നിങ്ങളുടെ മേന്മകളും മഹിമകളും കേൾക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചർച്ചയിൽ തുടരാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ തരിക, അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക. അല്ലാതെ നിങ്ങളുടെ മന്മയും നിങ്ങളുടെ പോരായ്മകളും അല്ല കേൾക്കേണ്ടത്.